ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ ഇതൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്ത് വിടാനും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ പെട്ടെന്ന് ലഞ്ചിനൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെക്കണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കത് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകും ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള ചെറുതായി വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അതിലേക്ക് നോർമൽ ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. അപ്പോൾ ഇതാ ഇത്രയും തന്നെയുള്ള നല്ല സിമ്പിൾ റെസിപ്പിയാണ്. വേറെ കറി ഒന്നും വേണ്ട. കറി നിർബന്ധമാണെങ്കിൽ തന്നെ ചെറിയൊരു സാലഡൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനാണെങ്കിലും പറ്റിയൊരു അടിപൊളി റൈസ് ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോസിന് ഒരു ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.